നിങ്ങൾ എത്ര പേര് പാട്രിയോട്ട് സിനിമ കണ്ടിട്ടുണ്ട്? വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരുമിച്ച ചിത്രമായിരുന്നു അത്. ചിത്രത്തിൻ്റെ ഇൻ്റർവെലിനോട് അടുപ്പിച്ചൊരു രംഗമുണ്ട്. അതായത് രണ്ട് വനിതകൾ മമ്മൂട്ടി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രാങ്ക് ഷോ എന്ന പേരിൽ ഒരു ജെൽ ദ്രാവകം തേച്ചിട്ട് ഓടുന്നത്. പിന്നീട് അത് പ്രാങ്ക് ഷോ അല്ലെന്നും മമ്മൂട്ടിയെ വില്ലന്മാർ പോയിസൺ ചെയ്യാൻ ശ്രമിച്ചതുമാണെന്നൊക്കെ നമ്മൾ ആ സിനിമയിൽ തന്നെ അറിയുന്നുണ്ട്. ഒരു കഥ ഉദ്വേഗജനകമാക്കാൻ ആ കഥാകാരന്റെ മനസ്സിൽ തോന്നിയ ഒരു സാങ്കല്പിക സംഭവമായിട്ട് ഇത് നമ്മൾ കരുതി കാണും. പക്ഷേ 2017 മലേഷ്യയിലെ ഒരു എയർപോർട്ടിൽ വെച്ച് നടന്ന റിയൽ ലൈഫ് അസാസിനേഷനാണ് പാട്രിയോട്ടിലെ ഈ സീന് പ്രചോദനമായതെന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മളിന്ന് ക്യൂരിയസ് സ്റ്റോറിയിൽ നോക്കാൻ പോകുന്നത് ആ സംഭവത്തെക്കുറിച്ചാണ്. ദ ക്യൂരിയസ് സ്റ്റോറി ഓഫ് ദ അസാസിനേഷൻ ഓഫ് കിങ് ജോങ് നാം. വെൽക്കം ടു ക്യൂരിയസ് സ്റ്റോറി. ഇനി നമുക്ക് കൊല്ലപ്പെട്ട ആളെ ഒന്ന് പരിചയപ്പെടാം. ഒരാളെ ഇത്രയും സാഹസികമായി കൊല്ലണമെങ്കിൽ അയാളൊരു നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ. അയാളുടെ പേരാണ് കിങ് ജോങ് നാം. ആരാണ് ഈ കിങ് ജോങ് നാം? അയാളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അയാൾ മുൻ ഉത്തര കൊറിയൻ ഭരണാധികാരിയായിരുന്ന കിങ് ജോങ് ഇല്ലിന്റെ മൂത്ത പുത്രനാണ്. ഒരു കാലത്ത് ഉത്തര കൊറിയയുടെ ഭാവി ഭരണാധികാരി എന്ന പേര് പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ 2000-ന്റെ തുടക്കത്തിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ഡിസ്നി ലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ജപ്പാനിൽ വെച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടികൂടി. ഈ ഒരു സംഭവത്തോടുകൂടി ഉത്തര കൊറിയൻ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ അച്ഛനുമായിരുന്ന കിങ് ജോങ് ഇല്ലിന്റെ പ്രീതി നഷ്ടപ്പെട്ടു. ഇതിനുശേഷം അദ്ദേഹത്തെ ഉത്തര കൊറിയയിൽ നിന്ന് നാട് കടത്തുകയും മലേഷ്യ പോലെയുള്ള അനവധി രാജ്യങ്ങളിൽ അദ്ദേഹം ഒളിവ് ജീവിതം നയിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ കിങ് ജോങ് ഉൻ ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ നാടുകടത്തപ്പെട്ട ജീവിതത്തിനിടയിലും ഉത്തര കൊറിയയിലെ കുടുംബവാഴ്ചയ്ക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ ഭരണത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയുമെല്ലാം ശക്തമായ ശബ്ദം ഉയർത്തിയിരുന്നു നമ്മുടെ ഈ കിങ് ജോങ് നാം. ഇത് അന്ന് ഉത്തര കൊറിയയുടെ ഭരണാധികാരിയായിരുന്ന കിങ് ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് കരുതിയിരുന്നത്. സപ്പോസ് ഉത്തര കൊറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും അവരുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു പപ്പറ്റ് ലീഡറായി കിങ് ജോങ് നാമിനെ ഉപയോഗിക്കുമെന്നൊരു ഭയം ഉത്തര കൊറിയൻ ഭരണാധികാരികൾക്കിടയിൽ പടർന്നിരുന്നു. ഈ ഒരു ഭയമാണ് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ വധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ സംഭവത്തിലേക്ക് കടക്കാം. ദ അസാസിനേഷൻ ഓഫ് ദ കിങ് ജോങ് നാം. ഏതാണ്ട് 2017 ഫെബ്രുവരി 13 മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ വെച്ച് മക്കാവിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ നിൽക്കുകയായിരുന്നു നമ്മുടെ ഈ കിങ് ജോങ് നാം. ഒരു സാധാരണ വേഷത്തിലായിരുന്നു അദ്ദേഹം ആ എയർപോർട്ടിൽ നിന്നിരുന്നത്. പെട്ടെന്ന് എവിടെ നിന്നോ രണ്ട് സ്ത്രീകൾ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് ജെല്ല് പോലൊരു ദ്രാവകം തേക്കുകയും പിന്നീട് പെട്ടെന്ന് അവിടുന്ന് ഓടി മറയുകയും ചെയ്തു. ആക്രമണത്തിനിരയായ കിങ് ജോങ് നാമിന് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും അപസ്മാരത്തിന് തുല്യമായ ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചു തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അടുത്തുള്ള സെക്യൂരിറ്റിയോടും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ കിട്ടുന്ന സ്ഥലത്തും ചെന്ന് പറഞ്ഞു തനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, തനിക്ക് ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തെ ഉടനടി തന്നെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് കയറ്റി. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആക്രമണം നടന്ന് ഏകദേശം 20 മിനിറ്റിനകം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി. മരണശേഷം നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ വിവരം പുറത്തു വന്നത്. കിങ് ജോങ് നാമിനെ വധിക്കാൻ ഉപയോഗിച്ചത് ഐക്യരാഷ്ട്രസഭ നിരോധിച്ച VX നാഡീവിഷമായിരുന്നു. കേവലം ഒരു തുള്ളി കൊണ്ട് മനുഷ്യന്റെ നാഡീവ്യൂഹം മൊത്തവും തകർത്ത് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കാൻ കഴിയുള്ള അതിശക്തമായ നെർവ് ഏജന്റ് ആയിരുന്നു ഈ VX നെർവ് ഏജന്റ്. ഈ കൊലപാതകം നടത്തിയ സ്ത്രീകളുടെ കൈകളിൽ 2 വെവ്വേറെ രാസവസ്തുക്കൾ പുരട്ടിയാണ് കിമ്മിന്റെ മുഖത്ത് തേച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. അതായത് 2 വെവ്വേറെ രാസവസ്തുക്കളായിരിക്കുമ്പോൾ അവയ്ക്ക് യാതൊരുവിധ വിഷാംശവുമില്ല. എന്നാൽ ഇവ രണ്ടും കൂടിക്കലരുമ്പോൾ അത് മാരകമായ VX നെർവ് ഏജന്റായി മാറുകയായിരുന്നു. തുടർന്ന് ഈ കൊലപാതകത്തിൽ പങ്കാളികളായ 2 സ്ത്രീകളെയും മലേഷ്യൻ പോലീസ് ഉടനടി തന്നെ കസ്റ്റഡിയിലെടുത്തു. ഒരു ഇന്തോനേഷ്യക്കാരിയും അതുപോലെ തന്നെ ഒരു വിയറ്റ്നാംകാരിയുമായിരുന്നു അന്ന് അറസ്റ്റിലായത്. തുടർന്ന് അവരുടെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന വിവരങ്ങൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തങ്ങളൊരു കൊലപാതകമാണ് ചെയ്യുന്നതെന്ന് ആ സ്ത്രീകൾക്ക് അറിവേയില്ലായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അവർ ചെയ്യുന്നത് ഒരു ട്രാവൽ പ്രാങ്ക് ഷോ ആണെന്നാണ്. ഏതോ ചിലർ അവർക്ക് പണം നൽകിയതിനു ശേഷം അപരിചിതരുടെ മുഖത്ത് എണ്ണയും വെള്ളവും ഒക്കെ പുരട്ടാൻ നേരത്തെ ഇതുപോലെ നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ എന്തോ ഒരു പ്രാങ്ക് ഷോ ആണെന്ന് കരുതിയാണ് എയർപോർട്ടിൽ വെച്ച് കിമ്മിന്റെ മുഖത്ത് അവർ ഈ ദ്രാവകം പുരട്ടിയത്. ഇവിടെ നിന്നാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചുരുൾ അഴിഞ്ഞു തുടങ്ങിയത്. സത്യത്തിൽ ഈ പ്രാങ്ക് ഷോയുടെ സംഘാടകർ എന്ന പേരിൽ അവരെ സമീപിച്ചത് ഉത്തര കൊറിയൻ രഹസ്യാന്വേഷണ ഏജന്റുമാരായിരുന്നു. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഈ പദ്ധതി പ്രകാരം സത്യത്തിൽ അവർ ആ സ്ത്രീകളെ ഒരു കരുമാത്രമാക്കി മാറ്റുകയായിരുന്നു. സംഭവ ദിവസം ഒരു പ്രാങ്ക് ചെയ്യാനെന്ന വ്യാജേനെ അവരെ കബളിപ്പിച്ച് ഈ രാസവസ്തു കയ്യിൽ പുരട്ടി കിമ്മിന്റെ മുഖത്ത് പുരട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ കൈ കഴുകാനും പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ 2 സ്ത്രീകളും രക്ഷപ്പെട്ടത്. കൊലപാതകം നടന്ന ഉടൻ തന്നെ 2 ഉത്തര കൊറിയൻ ഏജന്റുകളും അപ്പോൾ തന്നെ മലേഷ്യ വിട്ട് ഉത്തര കൊറിയയിലേക്ക് കടന്നു കളഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടും അവരെ തൊടാൻ പോലും
മലേഷ്യൻ പോലീസിനോ അല്ലെങ്കിൽ മലേഷ്യൻ ഭരണാധികാരികൾക്കോ കഴിയാത്തത്. ഇതേ തുടർന്ന് മലേഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ടായി. ഉത്തര കൊറിയൻ സ്ഥാനപതിയെ മലേഷ്യയിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ തന്നെ അവരുടെ വിസാരഹിത യാത്രയുടെ കരാറൊക്കെ റദ്ദാക്കുകയും ചെയ്യുന്ന വലിയ വലിയ സംഭവങ്ങളിലേക്ക് ഈ ഒരു സംഭവം അതിൽ നയിച്ചു. എന്നാൽ പതിവ് പോലെ ഉത്തര കൊറിയ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. കിം ജോങ് നാം മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്നും അതല്ല മരിച്ചത് കിം ജോങ് നാം തന്നെ അല്ലെന്നും രണ്ട് വാദങ്ങൾ ഉത്തര കൊറിയ ഈ സംഭവത്തെ തുടർന്ന് പുറത്തുവിട്ടു. മലേഷ്യയിൽ നടന്ന ദീർഘമായ നിയമ നടപടികൾക്ക് ശേഷം ഈ രണ്ട് യുവതികളുടെയും തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഈ കൊലപാതകം ചെയ്തതെന്നുള്ള വാദം കോടതി ഭാഗികമായി അംഗീകരിച്ചു. 2019 മാർച്ച് മാസത്തിൽ ആ ഇന്തോനേഷ്യക്കാരിയായ യുവതിയുടെ മേലുള്ള കൊലപാതക കുറ്റം കോടതി പിൻവലിക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. തുടർന്ന് മെയ് മാസത്തിൽ വിയറ്റ്നാംകാരിയായിട്ടുള്ള യുവതി കുറ്റം സമ്മതിച്ചതോടെ അവരേക്ക് കുറഞ്ഞ അളവിലുള്ള ശിക്ഷ മാത്രം നൽകി പറഞ്ഞുവിടുകയായിരുന്നു. ഈ സംഭവത്തിന്റെ ഏറ്റവും ദുരൂഹമായ വസ്തുത പുറത്തു വന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ മരിച്ചുപോയ കിം ജോങ് നാമിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഈ VX നെർവേജന്റിനെ തടുക്കാനായിട്ടുള്ള അട്രോപ്പി എന്ന് പറയുന്ന ഒരു നെർവേജന്റ് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ഇത് ഈ VX നെർവേജന്റിന്റെ ഒരു പ്രതിരോധ മരുന്നായി പ്രവർത്തിക്കുന്ന ഒരു രാസവസ്തുവാണ്. അതായത് അദ്ദേഹം ഏത് നിമിഷവും അദ്ദേഹത്തിനെതിരെ ഒരു രാസായുധ പ്രയോഗം ഉണ്ടായേക്കാമെന്നുള്ളൊരു പേടിയിലാണ് എപ്പോഴും കഴിഞ്ഞിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം മൂലവും അതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതുകൊണ്ടും കൃത്യമായി അദ്ദേഹത്തിന് ഈ പ്രതിരോധ മരുന്ന് അദ്ദേഹത്തിന് മേൽ കുത്തിവെക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തോടെ ലോകത്തിന് ഒരു കാര്യം വ്യക്തമായി. അതായത് ഭരണം നിലനിർത്താൻ ഉത്തര കൊറിയൻ ഭരണാധികാരികൾ ഏതറ്റം വരെയും പോകുമെന്നും സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം സഹോദരനെ തന്നെ കൊല്ലുമെന്നും അതിൻ്റെ ഒരു പരസ്യമായ പ്രകടനം തന്നെയായിരുന്നു മലേഷ്യൻ എയർപോർട്ടിൽ സംഭവിച്ച ഈ ദാരുണമായ കൊലപാതകം. ഇന്ന് ഈ കിം ജോങ് നാമിന്റെ കൊലപാതകം ലോകത്ത് നടന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകമായിട്ടാണ് കാണുന്നത്. ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ കറുത്ത മുഖം ലോകത്തിന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്ന ഒരു സംഭവമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ അസാസിനേഷൻ. ഇന്നും ലോക രാഷ്ട്രീയവും ലോക ചരിത്രവും പഠിക്കുന്നവർക്ക് ഉത്തര കൊറിയയുടെ ക്രൂരതയുടെ മുഖം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഈ കിം ജോങ് നാമിന്റെ അസാസിനേഷൻ. മറ്റൊരു ക്യൂരിയസ് സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.